മോർണിംഗ് സുന്ദരീസ്. അയ്യോ എൻ്റെ ദൈവമേ, എന്താണെന്നറിയോ, അവിടെ എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ രാവിലെ എനിക്കല്ലേ ഉള്ളൂ. കഴിഞ്ഞ ഒരു മാസം അയ്യോ ഭയങ്കര ഹൊറിബിളായിരുന്നു കേട്ടോ. ഏട്ടന് വയ്യായിക തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഇമ്മക്കുട്ടിക്ക് വയ്യായികയായി, അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യായിക. എൻ്റെ പിന്നെ അത്ര കാര്യമല്ലായിരുന്നു. ഇമ്മക്കുട്ടിയുടെയും ചെറിയൊരു വൈറൽ ഫീവറാണ്, ഒരാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീവർ കാരണം ചെവിയിലെ ഇയർ ഡ്രംസ് ഇല്ലേ, അത് കുറച്ച് നീര് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മുക്കുട്ടിക്ക് കേൾക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ശരിയായിട്ടാ, ശരിയായി വരണം. നമുക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും പറയുമ്പോഴേ പിന്നെ പനി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എനിക്ക് കിട്ടി. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കോമഡി. എനിക്കാകെ 2 ദിവസം ലൈറ്റായിട്ട് പനിച്ചു കഴിഞ്ഞു. അതിനുശേഷം അസഹനീയമായ തൊണ്ടവേദന തന്നെ. എനിക്ക് ഈ ഭാഗം എടുത്ത് പറിച്ചെടുത്ത് കളയാന്ന് തോന്നുന്നു, അത്രയ്ക്ക് തൊണ്ടവേദന. തൊണ്ടവേദന ഓൾമോസ്റ്റ് മാറി വരുന്നു, പക്ഷെ ശബ്ദം തിരിച്ചിട്ടില്ല. എന്തായാലും ശബ്ദമൊക്കെ വരാൻ കുറച്ച് പ്രയാസം. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. സോറി, നമ്മൾ നാളെ ബാംഗ്ലൂർ പോവാണ് കേട്ടോ, ഉണ്ണീൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെയും ഇമ്മക്കുട്ടിയുടെയും രണ്ടാളുടെയും ആദ്യത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞാനും ഇമ്മക്കുട്ടി അമ്മയും കൂടിയാണ് പോകുന്നത്. ഏട്ടൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ഇമ്മക്കുട്ടി 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു ഇങ്ങോട്ട് തന്നെ പോരും. പിന്നെ അമ്മ കുറച്ച് നാളും കൂടി ബാംഗ്ലൂരിൽ നിൽക്കും. അതാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ സോ ഹാപ്പി പോകാനായിട്ട്. ഏട്ടൻ വരുന്നില്ല, അത് കുറച്ച് സങ്കടമുണ്ട്. പക്ഷേ ഓക്കെ, നമുക്ക് എന്തായാലും ബാംഗ്ലൂർ പോയി അടിച്ചു പൊളിക്കാം. ബാംഗ്ലൂർ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 3 years താമസിച്ചു ബാംഗ്ലൂരാണ്. അവിടെ വൈറ്റ് ഫീൽഡിൽ ITPL അവിടെ അടുത്തായിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മോളിലും അവിടെ എവിടെയും കറങ്ങിയിട്ടും ഭയങ്കര നൊസ്റ്റാൾജിയ. അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴാണ് ഞാൻ ഈ ഒക്ലിപ്പുരം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞങ്ങൾ രണ്ടാളും കൂടെ പോയി വീട്ടിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അങ്ങനെ ഇറങ്ങും പിന്നെ പുറത്തേക്ക്. എനിക്ക് ഭയങ്കര നൊസ്റ്റു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്നും പാക്ക് ചെയ്തിട്ടില്ല, അമ്മ പാക്ക് ചെയ്ത് തുടങ്ങി തോന്നുന്നു, പ്രാവ് പറക്കണം. അപ്പോൾ പാക്കിങ് ചെയ്യണം നമുക്ക്. പിന്നെ അമ്മ മീൻകറിയും ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു വേണ്ടിയിട്ട്. കാരണം നമ്മളില്ലല്ലോ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഏട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനും. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കിളിമീനാണ് കേട്ടോ, കുറച്ച് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യില്ലേ അമ്മ? ഇതൊന്ന് മിക്സ് ചെയ്യില്ലേ? അത് കുഴപ്പമില്ല, വറക്കാൻ വെച്ചതിൻ്റെ ബാക്കി ഇത് വേണമെന്നില്ല അല്ലേ. അപ്പോൾ ഇതാ വെള്ളം, കുടംപുളി, കുറച്ച് ഉപ്പ് കേട്ടോ, നന്നായിട്ട് തിളയ്ക്കട്ടെ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി, പിന്നെ പച്ചമുളക് കേട്ടോ, 2 ചുവപ്പ് മുളകുണ്ട്. അപ്പോൾ ഇത് കൂട്ടെന്ന് പറയുന്നത് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു ലേശമുള്ളൂ കേട്ടോ. മുളക് പൊടി അങ്ങനെ കൂടുതൽ എന്നാലും ഒരു മഞ്ഞൾ. ഇതൊക്കെ നമുക്ക് ക്യാമറയിലേക്ക് കുറച്ച് മഞ്ഞ കളർ കാണുന്നുണ്ട്, പക്ഷേ ശരിക്കും കുറച്ച് റെഡിഷ് കളറാണ്. ഇതാണ് കേട്ടോ കൂട്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഈ കൂട്ട് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ മീൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ അമ്മ നന്നാക്കിയില്ലോ, അത് ചിക്കൻ റോസ്റ്റിലേക്ക് ഉള്ളി പൊപ്പിക്കാനായിട്ട് കുറച്ചുള്ളി, ചെറിയുള്ളി നന്നാക്കണം. അപ്പോൾ നമുക്കിത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. കരിവേപ്പില ഇടാം. ഇനി നമുക്ക് ഈ കൂട്ട് ആഡ് ചെയ്യാം കേട്ടോ. മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. സിമ്പിൾ മീൻ കറിയല്ലോ. എന്നിട്ട് ഉള്ളി മൂപ്പിച്ചിടും കേട്ടോ. ഇത്ര എണ്ണയെ നമ്മളിത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണയില്ലാത്ത മീൻ കറി വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി എണ്ണ കുറച്ചാൽ മതി, അതല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കഴിയാൻ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ 1 സ്പൂൺ എണ്ണയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയുള്ളി കൊടുക്കാം.
സ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ ആ ടേസ്റ്റും നല്ലതല്ലേ. അപ്പം ഇതിന് ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻകറി ഇതേ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതൊക്കെ വെളിച്ചെണ്ണ കട്ടാൻ വേണ്ടി നക്കി എടുത്താൽ മതി. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ കരിവേപ്പില ഇടാം. സാറ്റിൻ നമ്മുടെ വെജിറ്റബിൾ കട്ടർ പൊട്ടിപ്പോയി. 2-3 വർഷത്തിനടുത്തായി കേട്ടോ. ആമസോണിൽ മേടിച്ചതാണ്. ആമസോൺ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതെന്തായാലും ശരിയാക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ ഓർഡർ തേങ്ങാക്കൊത്താണ് തുടങ്ങുന്നത്. നമുക്ക് തേങ്ങാക്കൊത്തിടാം. പിന്നെ ഇതിൽ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഇതിൽ കിടന്നാവട്ടെ. ആ ഗ്യാപ്പിൽ നമുക്ക് ചിക്കൻ കുക്കറിൽ വേവിക്കാം കേട്ടോ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കണം. അതല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഈ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. വഴട്ടി നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറിയുള്ളി സവാളയും കൂടി കുഞ്ഞിതാക്കിയിട്ട് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേറെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടാം. എന്തോ ഒരുമാതിരി വൃത്തിയിട്ട വൈറസാന്ന് തോന്നുന്നുണ്ട്. കാരണം അസുഖം വന്നിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് മാറണില്ല, ചുമ വന്നാൽ മാറണില്ല, തൊണ്ടവേദന വന്നാൽ മാറണില്ല, പനി വന്നാൽ മാറണില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം. എനിക്കൊക്കെ 1 വീക്ക് വന്നിട്ട് ഭയങ്കര പാടായിരുന്നു. കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട് ഒരുപാട് പേർക്ക് വയ്യ. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയാറുണ്ട് പ്ലീസ് ഡു ടേക്ക് കെയർ. ചൂടുവെള്ളമൊക്കെ കുടിക്കുക, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക, മാസ്ക് ഇടുക, അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക. ഇനി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങണേ. എൻ്റെ പകരണ്ടാവും ജസ്റ്റ് ഏട്ടൻ ആ റൂമിൽ കിടന്ന് ഉറങ്ങുക. ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. സവോള ഇങ്ങനെ വാടി വരുന്നുണ്ട്. ചിക്കൻ ഇത് ആവട്ടെ. ഒരു വിസിലാകുമ്പോഴേക്കും തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫേക്ക് ആവും വേവും. ഇതിപ്പോൾ നല്ലോണം വഴറ്റി നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. മല്ലിപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇടാം. പട്ട പൊടിച്ചത് ഓപ്ഷനിലാണ്, ഇല്ല എന്ന് നമ്മൾ ഇടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാല ഇടാം. കുറച്ച് കുരുമുളക് പൊടി ഇടാം. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ചെറിയ തക്കാളി. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് വേവണം കേട്ടോ. നല്ല കുഴകുഴാന്നുള്ള പരിവായി മാറണം. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലേശം ഒരു തുള്ളി മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണമെങ്കിൽ. ഇത് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് അമ്മതിനാക്കി വെള്ളം വെച്ചിട്ട് എനിക്ക് സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സിമ്മിലാക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇതേ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇതിലേക്ക് ചിക്കൻ്റെ വെള്ളവും ഒരു കഷ്ണം ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഓഫ് ಮಾಡಿ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സൂപ്പാണ് കേട്ടോ. നമുക്കിങ്ങനെ വയ്യായികൊക്കെ വരുമ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നവും അതേപോലെ ജലദോഷം അങ്ങനെയൊക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയതാണ്. അതല്ലാണ്ട് നമ്മൾ
പ്രോപ്പറായിട്ട് സൂപ്പ് ഉണ്ടാക്കില്ലേ, കോൺഫ്ലവർ ഒക്കെ ഇട്ട് കുറെ കൂടി തിക്കാക്കി എടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇത് നമുക്ക് വയ്യായികളുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പാണ് കേട്ടോ. ചിക്കൻ ആകുമ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പം നല്ലതാണ് ശരിക്കും. സോ ഗുഡ്. മുടിക്ക് വയ്യായിക വന്നപ്പോൾ ഉണ്ടല്ലോ പോയി നല്ലോണം മുടി വെട്ടി, ഇത്ര വെട്ടി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇമ്മക്കുട്ടിയുടെ മുടിയാണ് ഏറ്റവും പെട്ടെന്ന് വളരാൻ. How are you feeling, baby? Good ആണോ? ഏട്ടനെ എടുക്കട്ടെ. എൻ്റെ മുഖത്തൊരു തെളിച്ചം വന്നോ, കാരണം എന്താ ഞാൻ 5 ദിവസത്തിന് ശേഷം തല കുളിക്കണത്. ശരിക്കും ഇന്നും കുളിക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ ഇനി നാളെ ബാംഗ്ലൂർ പോയിട്ട് അവിടെ വെള്ളം മാറിയിട്ട് എങ്ങാനും കുളിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ എണ്ണയൊന്നും തേച്ചില്ല, ഷാമ്പു ഇട്ട് കഴുകി. തലമൊക്കെ ഇങ്ങനെ ഒരു മാതിരിയായിരുന്നു. ഇമ്മക്കുട്ടിയും കുളിപ്പിച്ചു. ഇമ്മക്കുട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 അല്ല കേട്ടോ, ശരിയാ, പനി വന്നിട്ട് 5 ദിവസം, പിന്നെ 2 ദിവസം കുളിപ്പിച്ചില്ല. 7-8 ദിവസത്തിന് ശേഷമാണ് ഇമ്മക്കുട്ടീനെയും തല കുളിപ്പിച്ചു. നമുക്ക് എണ്ണയൊന്നും തേച്ചില്ല, വെറുതെ കുളിപ്പിച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാക്കിങ് ചെയ്യണം. പാക്കിങ് ചെയ്തിട്ട് എനിക്ക് സ്പോൺസേർഡ് വീഡിയോൻ്റെ എഡിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരും. എനിക്ക് ചില ബ്രാൻഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തലയ്ക്ക് പ്രാന്തെടുക്കും. ഞാൻ എന്ത് ബ്രാൻഡ് അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് അറിയില്ല, എടുക്കുമ്പോൾ അറിയില്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. ചിലപ്പോൾ വർക്ക് ചെയ്ത് വരുമ്പോഴേ നമുക്ക് പ്രശ്നം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു വീഡിയോ തന്നെ 3 തവണ 4 തവണ എഡിറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്കത് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല, കാരണം നമ്മൾ ഇത്ര സമയം അതിന് വേണ്ടി കൊടുത്തില്ലേ. പിന്നെ എനിക്ക് 3ാമത്തെ എഡിറ്റാണ് വന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ആർക്കും ഞാൻ ദേഷ്യപ്പെട്ട് പറയണമെന്നത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ. പക്ഷെ ഒന്ന് മെസ്സേജ് കുറേ നാളെ മെസ്സേജ് ഒരു ശബ്ദം പോയിരിക്കണ കാര്യം ഞാൻ കുറച്ച് ഇതായിട്ട് പറഞ്ഞു. ഇനി എഡിറ്റ് വരികയാണെങ്കിൽ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഫൈനലായിട്ട് അത് എഡിറ്റ് ചെയ്ത് അയക്കണം. പിന്നെ എനിക്ക് ഓണത്തിൻ്റെ ഒരു ബിറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യണത്. ഞാൻ അല്ലറ ചില്ലറ ഒരു 4-5 വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പോരാ. ഈ പനിയും ജലദോഷവും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ യാത്ര എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് തീരെ ബാക്കപ്പ് ഒന്നും വെക്കാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും 1-2 വീഡിയോ എങ്കിലും ബാക്കപ്പ് ഷൂട്ട് ചെയ്ത് പോവാം. പിന്നെ മാക്ബുക്ക് എയർ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. കണ്ടോ, എനിക്കിത് പാക്ക് ചെയ്യൊക്കെ വേണം. ഹായ് ഡൂഡ്, ബൈ. ഇതൊക്കെ പാക്ക് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. ലഞ്ച് ടൈം. ചോറ്, ചിക്കൻ റോസ്റ്റ്, മീൻ വറുത്തത്, മീൻ കറി, സാമ്പാർ, ചിക്കൻ സൂപ്പ്, ഇഷ്ടമുള്ളത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിനിമം പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ആകെ ഈ ഒരു പെട്ടി മാത്രം കൊണ്ടുപോകാൻ, ഒരു ബാക്ക് പാക്കും ഈ ഒരു പെട്ടി, അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഇമ്മക്കുട്ടിയുടെ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്മക്കുട്ടി അല്ലേ, ഇവിടെ ഇമ്മക്കുട്ടിയുടെ. ഓക്കെ, ആസ് യൂഷ്വൽ ഇത് അമ്മയുടെ പാക്ക് ചെയ്യാം. ഇമ്മക്കുട്ടിക്ക് 5 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യം വരുമോന്നൊന്നും അറിയില്ല, എടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചാലാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എനിക്ക് നല്ലൊരു പെട്ടി മേടിക്കണമെന്നുണ്ട്, അത് നോക്കാം. എന്തായാലും അവിടെ പോയിട്ട് എനിക്ക് നല്ലൊരു പെട്ടി മോളിൽ നിന്ന് മേടിക്കണമെന്നുണ്ട്. കുട്ടിയുടെ ഫേവറേറ്റ് പെട്ടിയാണ്. ഇമ്മയുടെ സ്വന്തം പെട്ടിയാണെന്നാണ് ഇമ്മ അവകാശപ്പെടുന്നത്. ആണോ? ഇമ്മക്കുട്ടിയുടെ പെട്ടിയാണോ? സീരിയസ്ലി ഗേൾ? Seriously, girl? Yes. Seriously. ഇമ്മക്കുട്ടിയുടെ ഡ്രസ് പാക്കിങ് കഴിഞ്ഞു കേട്ടോ. 5 ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ ട്രൗസേഴ്സും ടോപ്സും വെച്ചിട്ടുണ്ട്. വീട്ടിലിടാനുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അയ്യോ കുഞ്ഞോ, പിങ്ക് ടോപ്പ് വെച്ചില്ലല്ലോടാ നമ്മൾ. അപ്പം ഞാൻ ഓരോ ജോഡിയായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ള വീട്ടിലിടാനായിട്ട്. പാൻറ്റും ടീഷർട്ടും ഒക്കെ ആയിട്ട്. ബാംഗ്ലൂരല്ല, അപ്പോൾ കുറച്ച് ചിൽ ക്ലൈമറ്റ് ആണല്ലോ. ഇത് ഇമ്മക്കുട്ടിയുടെ ഹെയർ ആക്സസറീസ് ആണ്, ഇത് ഇമ്മക്കുട്ടിയുടെ സ്കിൻ കെയർ ആണ്. ഇതെല്ലാം കൂടി ഒറ്റ എണ്ണത്തിലാക്കിയിട്ടുള്ളതാണ്. ഞാനൊരു ആമസോൺ ഓർഗനൈസർ ഹാളിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇമ്മക്കുട്ടിയുടെ മോയ്സ്ചറൈസർ ഉണ്ട്, ഇതിൽ ബോഡി ലോഷൻ ഉണ്ട്, ഇതിൽ സൺസ്ക്രീൻ ഉണ്ട്, ഇതിൽ ഹെയർ സിറം. അപ്പോൾ എനിക്ക് ഇമ്മക്കുട്ടിക്കും കൂടി ഒരുമിച്ചുള്ള. ഇമ്മക്കുട്ടിക്ക് എപ്പോഴും ഹെയർ സിറം ഉപയോഗിക്കാം. അതേപോലെ
ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ മുടി വല്ലാണ്ട് ജട കെട്ടുകയാണെങ്കിൽ ഉപയോഗിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ജട കെട്ടുന്ന മുടിയല്ല, എൻ്റെ പോലെയല്ല ഉള്ളത്, കുറച്ചുകൂടി നല്ല ടെക്സ്ചറുള്ള മുടിയാണ്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ സൈഡ് റെഡി. ഇനി എൻ്റെ പൊന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേന്ന് തന്നെ അറിയാം. ഈ സൈഡിൽ എൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓൾമോസ്റ്റ് ഇതും കൂടി വെക്കാണ്ട്. ഇതിപ്പോൾ എന്തായാലും എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കാനുള്ളതാണ്. ഇത്രയും കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ലിപ്സ്റ്റിക്കും ഐബ്രോ പെൻസിലും കോമ്പാക്ട് പൗഡർ കൺസീലറും മാത്രമേ ഉള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ലുക്ക് ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ മാത്രം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ മേക്കപ്പ് റിമൂവർ എന്തായാലും വേണമല്ലോ, മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ഒരു ചീർപ്പും. ഇത്രയുണ്ട്. ഇതും കൂടി ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കഴിയില്ല. ഹലോ ഹലോ. ഏട്ടൻ്റെ മുടി പണ്ടത്തെ നടന്മാരുടെ പോലെ ഹാക്കിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്കുട്ടി ഞാനും കുട്ടി ഇവിടെ കിടന്നുറങ്ങാൻ പോവാണ്. ഏട്ടൻ ആ റൂമിൽ പോയി കിടന്നുറങ്ങാൻ പോവാണ്. ഞങ്ങൾ അസുഖമായത് കാരണം സെപ്പറേറ്റഡ് ആയിട്ട് സ്ലീപ്പ് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ ഏട്ടൻ്റെ അസുഖം, അല്ലെങ്കിൽ നമുക്കുട്ടിക്ക് അസുഖം, അല്ലെങ്കിൽ എനിക്ക് അസുഖം. കഴിഞ്ഞൊരു മാസം വളരെ നല്ല മാസമായിരുന്നു അല്ലേ? അല്ലേട്ടാ നല്ല മാസമായിരുന്നു അല്ലേ? ഉഗ്ര മാസമായിരുന്നു. ജൂലൈ 15 മുതൽ അല്ലേ 14-15 മുതൽ അടിപൊളിയായിരുന്നു. ഓഗസ്റ്റ് 15 ആവാറായി. ഇത് കണ്ടോ എൻ്റെ ഇത് എടുത്തറിയണേ. എൻ്റെ വലിയമ്മ എപ്പോഴും പറയും ഞാൻ സ്വന്തമായിട്ട് വീഡിയോ വയ്ക്കുന്നത്. ഞാൻ പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് വീഡിയോ വയ്ക്കില്ല. വലിയമ്മ പറഞ്ഞപ്പോൾ വലിയമ്മ പറഞ്ഞു അതല്ല നീ പെട്ടെന്ന് വയ്ക്കുക, അതുകൊണ്ടാണ് നിനക്ക് ഇതില്ലായിരുന്നു. അപ്പം ഞാൻ ആശ്വസിച്ച് മെയിലിങ്ങി വയ്ക്കാം. ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടോണ്ട് റിയാലിറ്റി അതാണെങ്കിലും വലിയമ്മ പറയണ വേഗം വീഡിയോ വയ്ക്കുക, അതുകൊണ്ടാണ് ഇതില്ലെന്നാ. അപ്പോൾ കിടക്കാണ്. ഇനിയിപ്പോൾ നാളെ വ്ളോഗ് ചെയ്യാം. നാളെ മുതൽ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് ആണ് കേട്ടോ. അല്ലേ കുട്ടി? ഇമ്മക്കുട്ടി പോണില്ലല്ലേ? ഇമ്മക്കുട്ടി അച്ഛൻ്റെ കൂടെ ഇവിടെ ഇരിക്കല്ലേ? അച്ഛനടിക്കരുത്, അച്ഛനടിക്കാൻ പാടില്ല. സേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലവ് യു ഗൈസ്. നാളെ കാണാം കേട്ടോ. ബൈ. ഗുഡ് നൈറ്റ്. ഏട്ടാ കരി ഓടി നിന്നിട്ട് ഞങ്ങളില്ലാത്ത കാരണം ഞാൻ സന്തോഷിക്കും. നാളെ മുതൽ എൻ്റെ പാർട്ടിയും തുടങ്ങായി. എൻ്റെ ബഡ്ഡീസിനെയൊക്കെ നാളെ മുതൽ അങ്ങ് വിളിക്കാൻ തുടങ്ങി. ഇതൊരു ക്ലബാക്കി മാറ്റാൻ പോകും. നല്ല കോമഡി. ഞങ്ങളിവിടെ ഇറങ്ങിയ നിമിഷം മുതലായിട്ട് കരിയായിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ പണ്ടത്തെ ബാംഗ്ലൂർ നോർമലില്ലേ, ഞാൻ അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യും. നല്ല മഴയാന്ന് പറയണ ഈ തൊണ്ടവേദനയും ഇതൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഉദ്ദേശിക്കില്ല. ബേസിക് ആയിട്ടുള്ള മെയിനായിട്ട് ഐക്യയിൽ പോകുന്നുണ്ട്. ഐക്യയാണ് മെയിനായിട്ട്. ഐക്യയിൽ പോകണം. എനിക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാറുണ്ട് ഐക്യയിൽ. പിന്നെ മല്ലേശ്വരത്തെ മന്ത്രി മോളിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. കൊമേഴ്ഷ്യൽ മഞ്ഞ് വീണ സ്ഥലമോ? ബാംഗ്ലൂരൊന്നും മഞ്ഞ് വീണ സ്ഥലമില്ല. അച്ഛന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അത് പോവാട്ടോ. അത് നമ്മൾ പെട്ടെന്ന് ഓർത്ത് ആദ്യം നമ്മുടെ തൊണ്ട രോഗികളായിട്ടുള്ള നമ്മുടെ അവസ്ഥ മാറട്ടെ, എന്നിട്ട് നമ്മൾ പൊളിക്കും. അപ്പോൾ പിന്നെ ഏതാ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകണം. ഇത് മൂന്നാണ് മെയിൻ. നിന്റെ രാജ്യല്ലേ ഉക്ലിപുരം? ഉക്ലിപുരം ഒന്നും പോകുന്നില്ല, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് മാത്രം മതി. അത് പോയിട്ട് നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ. സ്നോ അടുത്താണോ? അത് ഇമ്പോർട്ടന്റ്. Okay, bye bye, take care, love you all.